ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വില്ല വന്നുള്ളത്. തൊട്ടടുത്തായിട്ട് എറണാകുളം മൂവാറ്റുപുഴ ബസ് റൂട്ടുണ്ട്. 200 മീറ്ററാണ് ദൂരം വരുന്നത്. ബൈപ്പാസ് റൂട്ടിലേക്ക് 500 മീറ്റർ ദൂരം വരുന്നുണ്ട്. ജംഗ്ഷനുമായിട്ട് വളരെ അടുത്തായിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. മാത്രമല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ 6 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ 5 ബെഡ്റൂമിൻ്റെ വീടും കൂടിയാണ്. 4 വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യുന്ന സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഒരു വാഹനം പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പോർച്ച് ഒരുക്കിയിരിക്കുകയാണ്. ഈ കാണുന്ന ഭാഗത്ത് ടൈല് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പില്ലറിലെല്ലാം ക്ലാഡിംഗ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഗ്രാനൈറ്റിൻ്റെ പീസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സൗത്ത് സൈഡാണ്. ഈ ഭാഗത്തും 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. കടപ്പാക്കല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈസ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്, വടക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. മാത്രമല്ല ഈ ഭാഗത്തും 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും ആയിട്ടാണ് കൊടുത്തുള്ളത്. പ്രധാന ഡോറിന് ഫ്രണ്ടിലായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ലാഡിംഗ് സ്റ്റോൺ വർക്കുകളാണ്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇത് താഴെ നിന്നും വീടിൻ്റെ ഹൈറ്റിനോളം തന്നെയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ല വെല്ല്, അതും നല്ല ടെക്സ്റ്റ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ മോട്ടർ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വരികയാണ്. അതായത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെ വർക്ക് ഏരിയ വരാനുള്ളതാണ്. വലിയൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ധാരാളം ചെടികൾ നടാനോ അല്ലെങ്കിൽ ചെറിയ മരങ്ങൾ നടാനോ ആയിട്ടുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് വരുന്നത്. ഇതിപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗമാണ്. ഇവിടെ ആയിട്ട് ഒരു അലക്കല്ല് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. നമുക്ക് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ സൗത്ത് സൈഡിൽ കൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഒട്ടിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റ് ആണ്. 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. നേരെ നമ്മൾ വീടിനകത്തേക്ക് കയറുവാണ്. സിറ്റ് ഔട്ടിന് മേലെയായിട്ടും ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് നോർത്ത് സൈഡിലാണ്. ടീക്കൂഡിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. മരവുരുപ്പടികളെല്ലാം ടീക്കൂഡിലാണ്. കട്ട്ള വരുന്നത് ആഞ്ഞിലിയിലുമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരികയും ചെയ്യും. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ടി യൂണിറ്റ് ഒരുക്കിയിരിക്കുകയാണ്. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ LED ലൈറ്റുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഗ്ലോസി ഫിനിഷിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. സ്റ്റോറേജ് സ്പേസും ധാരാളം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സുകൾ കൊടുക്കാം. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനും ഒരു ഗ്ലോസി ഫിനിഷ് തന്നെയാണ് വന്നുള്ളത്. മൊത്തത്തിൽ ഗ്ലോസി ഫിനിഷാണ് വുഡിൻ്റെ വർക്കുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ കവർ ചെയ്തിരിക്കുന്ന ഭാഗത്തും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. അതിവിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ. അത് കിച്ചനോട് ചേർന്ന് തന്നെ വരുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. പഴയ വീടിൻ്റെ മച്ചിനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മേലത്തെ ഫാൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി വാഷ് ബേസിൻ വരുന്നത് ഒരു കൗണ്ടറായിട്ടാണ് വന്നുള്ളത്. കൗണ്ടർ ടേബിളിൻ്റെ മേലെ നല്ല വലിപ്പമുള്ളൊരു വാഷ് ബേസിനാണ് വന്നുള്ളത്. ജാങ്കോൻ്റെ ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട്. വലിയൊരു മിറർ തന്നെയാണ്. LED ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചണിൽ ഫസ്റ്റ് കാണുന്ന തന്നെ ഒരു കൗണ്ടറാണ്. ഇതിൻ്റെ മേലെയും ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തുള്ളത്. മേലെ നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് ഫുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ടോപ്പാണ് വന്നുള്ളത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. മോഡേൺ രീതിയിലുള്ള സിങ്ക് തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാസിങ്ങിൽ LED ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. ഇതിൻ്റെ ടൈലിൻ്റെ പാറ്റേൺ ആണെങ്കിൽ ഒരു മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചാലും കിച്ചൺ ഒട്ടും കൺജസ്റ്റ് ആവാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണെന്നുണ്ടെങ്കിലും കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. ഒരു വാൾ പൂർണ്ണമായിട്ടും കവർ ചെയ്തിരിക്കുകയാണ്. വിൻഡോ കൊടുത്തിട്ടുണ്ട്. കുഷൻ മാത്രം ആഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇവിടെ ഒരു ഇരിക്കാനുള്ളൊരു സ്പേസും കൂടി കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 14 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്.
ഫാൾ സീലിംഗ് വർക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈലായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ബാത്റൂമിലേക്കാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണർ. നേരെ ബാത്റൂമിലേക്ക് വരാം. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്, കാരണം ക്വാളിറ്റി ഉള്ള ഫിറ്റിങ്സ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡയവേറ്റർ, റെയിൻ ഷവർ എല്ലാം സിറയുടെ ഫിറ്റിങ്സ് തന്നെയാണ്. കൗണ്ടർ വാഷ് സ്പേസും വന്നിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്രഷ് ടാങ്ക് ആണ്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. നല്ല ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. എല്ലാ ഡോറുകളും മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അതും തനത് കളർ പാറ്റേണിൽ തന്നെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. ഈ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡുമാണ്. മേലെയും ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഷാംപൂസും ലിക്വിഡ്സും ഒക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ വരുന്നുണ്ട്, വാഷ് ബേസിൻ, അതുപോലെ തന്നെ മിറർ ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ്. ഇവിടെയായിട്ടാണ് ഷവർ പാർട്ടീഷൻ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. ടൈലിൻ്റെ വർക്കിനും ഒരു കളർ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, ഡയവേറ്റർ, ഇതെല്ലാം സിറയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം കിട്ടി. അപ്പം താഴെ ഇതിന് 2 ബെഡ്റൂമായി. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയറിൻ്റെ സ്പേസിലും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഭാഗത്തായിട്ട് ഇത്രയും സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ സ്റ്റെയറിൻ്റെ ഒരു ഭാഗം മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇൻവെർട്ടറും മറ്റുമൊക്കെ വയ്ക്കാവുന്നതുമാണ്. ഇനി മേലേക്ക് കയറാം. ഹാൻഡ് റീൽ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. ടീക്കൂഡിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. വലിപ്പമുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, അതും ഗ്രാനൈറ്റിൽ. പ്രൊഫൈൽ ബീഡിങ് വന്നിരിക്കുന്നത് ലൈറ്റ് വാം ലൈറ്റ് തന്നെയാണ്. ഓരോ ബോക്സിലും LED ലൈറ്റുകൾ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വാള് വന്നിരിക്കുന്നത് സൗത്ത് സൈഡാണ്. അവിടെ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗത്ത് ഫാൾ സീലിങ്ങിൽ നല്ലൊരു ലൈറ്റും കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിവിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആണ്. ഈ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്. ഇത് നോർത്ത് സൈഡ്, ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. അപ്പം ഈസ്റ്റിലേക്ക് നമുക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. അതായത് അപ്പർ ലിവിങ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും പ്രൊഫൈലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്ന ഒരു വാള് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിന് കപ്പോർഡ് കൊടുത്തിട്ടുള്ളത്. പുറത്തേക്ക് ഒരു വ്യൂ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രണ്ടിലേക്ക്. അതായത് ഇതിൻ്റെ ബേ വിൻഡോ വരുന്നതിൻ്റെ ഒരു വ്യൂ വരുന്നത് പുറത്തേക്കുള്ള റോട്ടിലേക്കാണ്. ഇനി നമ്മൾ നേരെ ബാത്റൂമിലേക്ക് വരികയാണ്. അതിവിശാലമായിട്ടുള്ളൊരു ബാത്റൂം കൂടിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. കൈ വീശി നമുക്ക് എന്തും ചെയ്യാൻ, അതായത് കൈ തട്ടാത്ത രീതിയിലുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതും കുളിക്കുന്ന ഭാഗമാണെങ്കിൽ കൂടി കൈ എടുത്ത് നമുക്ക് വീശി നിൽക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെയായിട്ട് ഡയവേറ്റർ വന്നിട്ടുണ്ട്, അതും സിറയുടെ തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷ് സ്പേസ് വന്നുള്ളത്. മിറർ, ലൈറ്റ്, സ്റ്റോറേജ് സ്പേസ്, നല്ല വലിപ്പമുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ്. 13 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. ഭംഗിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്, ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കുഷൻ ആഡ് ചെയ്താൽ മാത്രം മതി. ഇവിടെ നിന്നൊരു വ്യൂ വരുന്നത് പുറത്തേക്ക് റോട്ടിലേക്ക് തന്നെയാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ 5ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, AC പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇതിനെ ബെഡ്റൂം ആക്കിയോ പ്രയർ ഏരിയ ആക്കിയോ അല്ലെങ്കിൽ ഹോം തിയേറ്റർ ആക്കാനുള്ള സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. മാത്രമല്ല ഈ സ്പേസിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്, ഇവിടെ അയൺ ടേബിൾ ഇടാവുന്നതാണ്, അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. അതല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാം. ഇങ്ങനെ ടൈലെല്ലാം ഒരു മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. അതായത് വെള്ളം നനയുന്ന ഭാഗങ്ങളെല്ലാം മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. അതിവിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്.
ഇപ്പോൾ 3 ലെയർ ഹൈറ്റിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ടാങ്ക് വെച്ചിരിക്കുന്നത് അതിന് മേലെയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ടാപ്പിലൊക്കെ നല്ല പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. അതിവിശാലമായുള്ള ഓപ്പൺ ടെറസ് ഏരിയ. ഇത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ ചെറിയ ബാൽക്കണി ആണെന്ന് തോന്നുമെങ്കിലും ഇത് വലിയൊരു ബാൽക്കണിയും കൂടിയാണ്. ഇതിൻ്റെ ബാക്കിലേക്കുള്ള സ്പേസും കൂടിയുണ്ട്. ഇങ്ങനെ അതിവിശാലമായുള്ളൊരു ബാൽക്കണിയോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ആട്ട് കട്ടിലൊക്കെ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ബാൽക്കണിയിലുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫ് ആൻഡ് ഗ്ലാസ്, അങ്ങനെ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന 5 ബെഡ്റൂമിൻ്റെ വീടാണ്. അതും 6 സെൻറ്റ് ഭൂമിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 4ഓളം വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നാച്ചുറലായിട്ട് നല്ലൊരു വെല്ലി വരുന്നുണ്ട്. ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ യൂണിക് ആയിട്ടുള്ളൊരു വില്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,25,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള നല്ല പ്രോജക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.